ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം യൂണിറ്റ് 1 വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന് പറയുന്ന കഥ വിശദീകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വായിക്കാം, കണ്ടെത്താം. വല്യച്ഛൻ എന്തു പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത്? അതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോൾ എന്ത് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത്? ഇലവ് മരത്തെ ബാലചന്ദ്രൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിന് ഓരോ ഇലകൾ വരുമ്പോഴും അവന് സന്തോഷിച്ചിരുന്നു. ഇലവുമരത്തെ തൻ്റെ കൂട്ടുകാരനായിട്ടാണ് കണക്കാക്കിയത്. ഈ ഇലവുമരത്തെ മുറിക്കാൻ വല്യച്ഛൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത്. അടുത്ത ചോദ്യം, വല്യച്ഛൻ ഇലവുമരം മുറിക്കാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ് വല്യച്ഛൻ ഇലവുമരം മുറിക്കാൻ തീരുമാനമെടുത്തത്? വല്യച്ഛൻ ബാലചന്ദ്രനോട് പറഞ്ഞു, മോനെ, ഈ മരം വഴിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, മരം വളരുമ്പോൾ അതിൻ്റെ കായകൾ പൊട്ടിത്തെറിച്ച് 4 ഭാഗം കായകളാകും. പിന്നെ നടന്നു പോകുന്നവർക്ക് അത് വളരെ ശല്യമാകും. അടുത്ത ചോദ്യം, തൻ്റെ ജീവിത ലക്ഷ്യം തകർന്നു പോയതായി വല്യമ്മക്ക് തോന്നാൻ കാരണം എന്താണ് വല്യമ്മക്ക് തോന്നാൻ കാരണം? വല്യമ്മക്ക് മക്കളില്ല. ബാലചന്ദ്രന് അമ്മയുമില്ല. വല്യമ്മയുടെ മകനായിട്ടാണ് അവൻ വളർന്നത്, അഥവാ ബാലചന്ദ്രൻ വളർന്നത്. ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ കയ്യിലെടുത്തു കൊണ്ടുവന്ന ദിവസവും തൻ്റെ അടുത്തു നിന്ന് അവനെ അപഹരിച്ചു കൊണ്ടുപോയ ദിവസവും അവൾ ഓർത്തിട്ടുണ്ടാവും. അന്ന് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതാ വല്യച്ഛൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരവും മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ജീവിതം മുഴുവൻ അവൾക്ക് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ്. അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർന്നു പോയിരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇലവുമരവും ബാലചന്ദ്രനും വളർന്നത് എന്നതിൻ്റെ എന്തെല്ലാം സൂചനകളാണ് പാഠഭാഗത്തുള്ളത്? കണ്ടെത്തി എഴുതുക. അപ്പോൾ എന്താണ് പാഠഭാഗത്തുള്ളത്? ബാലചന്ദ്രൻ സ്വന്തം സഹോദരനെ പോലെയാണ് ഇലവുമരത്തെ സ്നേഹിച്ചിരുന്നത്. ബാലചന്ദ്രനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത് വല്യമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇലവുമരം മുറിച്ചു കളഞ്ഞു. ആ ഇലവുമരം സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. വല്യമ്മക്ക് ബാലചന്ദ്രനും ഇലവുമരം മക്കൾക്ക് തുല്യമായിരുന്നു. ബാലചന്ദ്രൻ പോകുമ്പോൾ ഇലവുമരം വല്യമ്മയെ ഏൽപ്പിച്ചിരുന്നു. ബിലാത്തിക്ക് പോകുന്നതിന് മുൻപ് വല്യമ്മയോട് യാത്ര ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു. അത് സാധിച്ചില്ല. ഇലവുമരത്തിന്റെ ഫോട്ടോ അയക്കാൻ ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു. അടുത്ത ചോദ്യം, ഇലവുമരം മുളപ്പൊട്ടി വളരുന്നതിന്റെ ആനന്ദം ബാലചന്ദ്രൻ ആസ്വദിക്കുന്നത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയല്ലോ. അതിന്റെ അവതരിക്കുന്നത് കഥാകാരൻ ഉപയോഗിച്ച സവിശേഷതകൾ, പ്രയോഗങ്ങൾ കണ്ടെത്തും. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ ബാലചന്ദ്രന് ഉണ്ടായത്. ഇലവുമരം വേഗത്തിൽ വളർന്നു പൊങ്ങുന്നു. എന്നിട്ടും അവന് ആഗ്രഹത്തിനനുസരിച്ച് അതിന് വളരാൻ കഴിയുന്നില്ല. പതുക്കെ ഇലകളും കൊമ്പുകളും വന്ന് 2-3 അടി പൊക്കം വെച്ചപ്പോൾ അവന് അത്ഭുതം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അല്പം അകന്നു നിന്നു ഇലവുമരത്തെ നോക്കി പുഞ്ചിരി കൊണ്ട് കൂടെ അവൻ പറയും, ഹാ, എന്തു ഭംഗിയുള്ള മരം. കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെട്ടതുപോലെ. അടുത്തത്, ബാലചന്ദ്രന് എന്തെല്ലാം സ്വഭാവ സവിശേഷതകളെയാണ് നിങ്ങളെ ഏറെ ആകർഷിച്ചത്? അവ എഴുതി നോക്കൂ. അടുത്ത പേജിൽ ഒരു പൂവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ബാലചന്ദ്രൻ എഴുതിയിട്ടുണ്ട്. ഇനി അവിടെ എന്താ എഴുതേണ്ടത്? ഓരോ കള്ളികളിലും ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളാണ് എഴുതേണ്ടത്. എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ്? മരത്തെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. വല്യമ്മയോടും വല്യച്ഛനോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു. നാടുവിട്ടു പോയപ്പോഴും അതേ ബന്ധം തുടരുന്നു. അപ്പോൾ അതൊക്കെയാണ് കള്ളിയിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ഗ്രൂപ്പിൽ വായിച്ച് അവതരിപ്പിച്ച കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻക്ക് ചെറുപ്പം മുതൽ വൃക്ഷത്തെയും മറ്റു ചെടികളെയും അവൻ സംരക്ഷിക്കും. മഴക്കാലമായാൽ മുറ്റത്ത് പുല്ലുകൾ വളരുമ്പോൾ വളരെ നേരം അത് നോക്കി നിൽക്കും, എന്തോ വലിയ കാര്യത്തിൽ നോക്കുന്നത് പോലെ. ഒരു ദിവസം വല്യച്ഛൻ ഒരു പ്രധാന വാർത്ത വായിച്ചു മനസ്സ് ഏകാഗ്രമായി നിൽക്കുമ്പോൾ അവൻ വല്യച്ഛനെ വിളിച്ചു പറമ്പിൽ പോയി ഒരു മരം കാണിച്ചു. എന്നിട്ട് അവൻ ചോദിച്ചു, വല്യച്ഛ, ഇത് ഏത് മരമാണ്? അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു, അത് ഇലവുമരം.
ബാലചന്ദ്രൻ എന്നു പറമ്പിൽ പോയി ഇലവുമരം നോക്കും. കുറച്ച് കുറച്ച് വലുതാകുമ്പോൾ അവൻക്ക് വളരെ സന്തോഷമാകും. കുട്ടികൾ കുറച്ച് കുറച്ച് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ. അങ്ങനെ അത് വലുതായി തുടങ്ങി. ബാലചന്ദ്രൻ സ്വയം പറഞ്ഞു, എന്തു ഭംഗി. എന്നിട്ടും വല്യച്ഛൻ പറഞ്ഞു, അത് വെട്ടിക്കളയും. അപ്പോൾ ബാലചന്ദ്രൻ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ വല്യച്ഛനോട് പറഞ്ഞു, അത് വെട്ടണ്ട. പക്ഷെ വല്യച്ഛൻ വഴങ്ങിയില്ല. എന്നിട്ട് വല്യച്ഛൻ പറഞ്ഞു, ഒന്നാമത് ആ വഴിയിലൂടെ നടുവിൽ, പിന്നെ അതിൻ്റെ കായ പൊട്ടിത്തെറിച്ച് 4 ഭാഗവും പരക്കും. അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകും, നമുക്കും ശല്യമാകും. അപ്പോൾ ബാലചന്ദ്രൻ വല്യമ്മയുടെ അടുത്തേക്ക് പോയി. വല്യമ്മക്ക് മക്കളില്ല, ബാലചന്ദ്രന് അമ്മയുമില്ല. സ്വന്തം മക്കളെ പോലെയാണ് വല്യമ്മ അവനെ നോക്കിയത്. പറഞ്ഞു, അത് മുറിക്കാണ്ടിരിക്കാൻ പറഞ്ഞു. വല്യമ്മ പറഞ്ഞു. അപ്പോൾ സമ്മതിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ബാലചന്ദ്രന്റെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി വന്നു. അവനെയും കൊണ്ടുപോയി. വല്യമ്മക്ക് അവൻ പോയപ്പോൾ വിഷമമായി. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അവനൊരു കത്ത് എഴുതി. അതിൽ അവൻ എഴുതിയത്, ആ ഇലവുമരത്തിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് കത്തിലെ ഉള്ളടക്കം. പക്ഷേ അവൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ അത് മുറിച്ചു. ഇത് വായിച്ചപ്പോൾ വല്യമ്മക്ക് ലക്ഷ്യം തകർന്നു പോയി. അപ്പോൾ ഇതൊരു ചെറിയ കഥാപാത്ര നിരൂപണമാണ്. അടുത്തത്, അവർ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാമോ. അപ്പോൾ കഥയിൽ പറഞ്ഞതുപോലെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തു കഷ്ടമാണ് വല്യച്ഛ, ആ മരം വെട്ടിക്കളയരുതെന്ന് ഞാൻ കാലു പിടിച്ചപേക്ഷിച്ചു. കുഞ്ഞെ, നീ പറയുന്നത് ശരിയല്ല. ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത്. വളർന്നു വലുതായാൽ അതിൻ്റെ കായകൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി 4 ചുറ്റും പറന്നു നടക്കും. അതെല്ലാവർക്കും ശല്യമായി തീരും. വല്യമ്മേ, വല്യച്ഛനോട് പറയണം ആ ഇലവുമരം വെട്ടിക്കളയരുതെന്ന്. ഹേ കേട്ടോ, ആ ഇലവുമരം വെട്ടിക്കളയരുത്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ 4 അവർ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരും ഇതുപോലെ പറഞ്ഞു നോക്കണം. അടുത്തത്, കഥയിലെ സംഭവങ്ങൾ സംഭാഷണത്തിലൂടെ അവതരിപ്പിക്കാം. അപ്പോൾ കഥയിലെ സംഭവങ്ങൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കാനാണ്. എന്തൊക്കെ രംഗങ്ങൾ ആരൊക്കെയാണുള്ളത്? ആരൊക്കെയാണ്? വല്യമ്മ, വല്യച്ഛൻ, ബാലചന്ദ്രൻ്റെ അച്ഛൻ. ഒരാളുടെ സംഭാഷണത്തോടും പെരുമാറ്റത്തോടുമുള്ള മറ്റൊരാളുടെ പ്രതികരണം എന്തായിരിക്കും? അപ്പോൾ വല്യമ്മ പറയുന്നത് വല്യച്ഛൻ്റെ പ്രതികരണം എന്തായിരിക്കും? അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമല്ലോ. എല്ലാം ചേർന്ന് നാടക രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാം. അപ്പോൾ നാടകത്തിൻ്റെ രംഗങ്ങളും ആരൊക്കെയാണ് അതിലുള്ളതെന്നും എല്ലാം സംഭാഷണത്തിൻ്റെ പെരുമാറ്റവും പ്രതികരണവും ഒക്കെ കൂടിയിട്ട് നാടക രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ നമുക്ക് അതിനുള്ള അവസ്ഥയിലല്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതെല്ലാവരും നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കുറേ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ ഒരു കത്ത് അവൻ്റെ വല്യമ്മയ്ക്ക് കിട്ടി. ഇലവുമരത്തിൻ്റെ കാര്യം കൂടാതെ ബാലചന്ദ്രൻ വല്യമ്മയോട് എന്തൊക്കെ കാര്യങ്ങളായും ചോദിച്ചറിയുണ്ടാവുക. കത്തെഴുതി നോക്കും. അപ്പോൾ കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് കത്തിൻ്റെ ഉള്ളടക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കൂടാതെ എന്തൊക്കെയായിരിക്കും കത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക? ആദ്യം നമ്മൾ കത്തെഴുതുമ്പോൾ എന്തെഴുതണം? വിലാസം എഴുതണം. പിന്നെ മറ്റു ഭാഗത്ത് സ്ഥലം, തീയതി എന്ന് എഴുതണം. എന്നിട്ട് ആദ്യം ആർക്കാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇവിടെ ബാലചന്ദ്രൻ വല്യമ്മക്കാണ് എഴുതുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട വല്യമ്മക്ക് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? വല്യമ്മ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം അവരുടെ വിശേഷങ്ങളാണ് ചോദിക്കേണ്ടത്. ഇനി എന്താ ചോദിക്കുന്നത്? ഇവിടെ എനിക്കും അച്ഛനും സുഖമായി ഇരിക്കുന്നു. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ എനിക്കും അച്ഛനും സുഖം തന്നെയാണ്. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ പറയാം. എന്നിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ വരണമെന്ന് കരുതിയാണ്. പക്ഷേ തിരക്ക് കാരണം വരാൻ കഴിഞ്ഞില്ല. ഇനി നമ്മൾ എന്താണ് കാര്യം എന്നുള്ളത് എഴുതാം. എൻ്റെ ഇലവുമരം എങ്ങനെയുണ്ട്? അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്യമ്മ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ഇനി ഇലവുമരം എങ്ങനെയുണ്ട്? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിക്കാം. എന്നിട്ട് വല്യമ്മ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. വല്യച്ഛനോട് പറഞ്ഞ് ഇലവുമരത്തിൻ്റെ ഒരു ചിത്രം എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറയണം. അപ്പോൾ വല്യച്ഛനോട് പറഞ്ഞിട്ട് ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ
ചിത്രമെടുത്ത് അയച്ചു തരാൻ പറയണം. ബിലാത്തിക്ക് പോകുമ്പോൾ ആ ചിത്രവും കൂടി കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവൻ ബിലാത്തിക്ക് പോകുമ്പോൾ ആ ഇലവ് മരത്തിൻ്റെ ചിത്രം കൂടി കൊണ്ടുപോകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അതിന് വല്യമ്മ വേണ്ടത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിത്രം എടുക്കുന്നതിന് വേണ്ടത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അഥവാ ബാലചന്ദ്രൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വല്യമ്മയുടെ മറുപടി പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ വല്യമ്മയുടെ മറുപടി പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കും. സ്നേഹപൂർവ്വം ബാലചന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടത്, അഥവാ കത്ത് എഴുതേണ്ടത്. ഇതിൽ കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും എഴുതി ചേർക്കാൻ അറിയാമെങ്കിൽ എഴുതി ചേർക്കാം. അടുത്ത ചോദ്യം, ഒരു മരം വെട്ടുന്ന കാര്യത്തിനപ്പുറം ഈ പാഠഭാഗത്ത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചത് എങ്ങനെ? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതി നോക്കൂ. അപ്പോൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഒരു മരം വെട്ടുന്നതിന് കാര്യത്തിനപ്പുറം എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്? അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ച് എഴുതുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന് പറയുന്ന കഥയും പിന്നെ അതിൻ്റെ ചോദ്യോത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത പാഠം എന്ന് പറയുന്നത് കിളിനോട്ടമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.